നമ്മളന്നേ മറൈൻ വേൾഡിൽ ചെന്നപ്പോൾ കണ്ട കടൽ കാഴ്ചകളുടെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇതേപോലെ കുറേ ഫർണിച്ചറുകളുടെ ഡിസ്പ്ലേ ആണ്. മോനുകുട്ടൻ ഒരു പതുപതുത്ത മെത്തയിലിരുന്ന് ക്ഷീണമൊക്കെ മാറ്റി. പിന്നെ ഇതൊക്കെ എന്തോ ഒരു മസാജ് ചെയ്യുന്ന മെഷീനാണ്. മാമി അതൊക്കെ പ്രയോഗിച്ച് നോക്കിയതാട്ടോ. പിന്നെ ഒരുപാട് വായനശീലമുള്ളവർക്ക് ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് വന്നാൽ വർണ്ണാഭമായ ഒരു ലോകത്തേക്കാണ്. എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കണം എന്ന് നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. പിന്നെ അവിടുന്ന് അല്ലറ ചില്ലറ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എത്ര കണ്ടാലും കൊതി തീരാതെ ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്ന ഒരു കുഞ്ഞൻ ഗ്ലാസ് കണ്ടപ്പോൾ ഒരു ആഗ്രഹത്തിന് ചുമ്മാ വില ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കറിയാം അതുകൊണ്ട് എനിക്കൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ മോനിക്കുട്ടന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടാൽ പിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ വലിയ പാടാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ എൻ്റെ ലോകമായിരുന്നു എൻ്റെ പ്രിയങ്ങളെ. ഇഷ്ടം പോലെ വളയും സ്ലൈഡും മാലയും നെയിൽ പോളിഷും ഒക്കെ വാരി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ വള മേടിച്ചിട്ടുണ്ട്. ഞാൻ ലോങ് വീഡിയോയിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. താമരവളയും കല്ലുവളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അന്ന് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സിന് മാച്ചാകുന്ന വള വരെ നമ്മളന്ന് വാങ്ങിച്ചു. ഇവിടം എൻ്റെ സ്വർഗമാണ് പ്രിയങ്ങളെ. ഇതൊക്കെ കണ്ടാൽ ഏത് പ്രായത്തിലും ഞാൻ വീണു പോകും. എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ജാനിക്കുട്ടിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മാലയൊക്കെ മേടിച്ച് അവിടുന്ന്. പിന്നെ സ്ലൈഡൊന്നും എനിക്ക് ആവശ്യമില്ല. ആകെ 2 മുടിയുള്ളതിനകത്ത് എന്തോ ഒരുപാട് സ്ലൈഡൊന്നും വേണ്ടല്ലോ. ഇവിടം കൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങ് അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട. കുറച്ചുകൂടിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.